ഹായ് ഫ്രണ്ട്സ്, നമ്മൾ SCERT മാത്സിലെ പേജ് നമ്പർ 35 പ്രോബ്ലംസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ തേർഡ് ക്വസ്റ്റ്യന് വരെയുള്ളതാണ് ചെയ്തത്. സോ നമുക്ക് അതിൻ്റെ ബാക്കി ഇന്ന് ചെയ്യാം. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സം ഓഫ് ഓൾ 3-digit നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 9. ഇവിടെ പറഞ്ഞിട്ടുള്ളത് 9ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എല്ലാ 3-digit നമ്പേഴ്സിൻ്റെയും സമ്മ് കാണാനാണ് അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് ഏതൊക്കെയാണ് 3-digit നമ്പേഴ്സ് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ 100 മുതൽ 999 വരെയുള്ള നമ്പേഴ്സ് അല്ലേ 3-digit നമ്പേഴ്സ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ 999 എന്ന് പറയുന്നത് 9ൻ്റെ ഒരു മൾട്ടിപ്പിളാണ് അല്ലേ. അതായത് ഇവിടെ നമ്മൾ 999നെ 9 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ വിൽ ബി 0. അപ്പോൾ 999 ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 9 എന്ന് പറയാം. സോ അതാണ് ഏറ്റവും ഗ്രേറ്റസ്റ്റ് 3-digit നമ്പർ ഡിവിസിബിൾ ബൈ 9. ഇനി ഇതേപോലെ തന്നെ ഏറ്റവും ചെറിയ നമ്പർ ഏതാണെന്ന് നോക്കണം. അതായത് 9 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 കിട്ടുന്ന ഏറ്റവും ചെറിയ 3-digit നമ്പർ ഏതാണെന്നും കൂടി ചെക്ക് ചെയ്യണം. സോ നമ്മളുടെ ഏറ്റവും ലീസ്റ്റ് 3-digit നമ്പർ എന്ന് പറയുന്നത് 100 ആണ്. ആ 100നെ നമുക്ക് 9 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 9 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ റിമൈൻഡർ 1 വന്നു അല്ലേ. റിമൈൻഡർ 1 വന്നു. സോ നമുക്ക് ഈ റിമൈൻഡറിനെ 0 ആക്കണമെങ്കിൽ ഈ 1നെ ഒന്നുകിൽ മൈനസ് ചെയ്യണം. അതായത് 100ന്ന് 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 99 ആയിട്ട് അത് 3-digit നമ്പർ അല്ലല്ലോ. സോ നമ്മൾ ഇതിൻ്റെ കൂടെ 8 ആഡ് ചെയ്ത് കൊടുത്താൽ, അതായത് കിട്ടിയ ഈ നമ്പറിൻ്റെ കൂടെ നമ്മൾ ഒരു 8ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡിജിറ്റിനെ 9 വെച്ചിട്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റും. റിമൈൻഡർ ഒന്നും വരാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ ഈ 8ന് നമ്മൾ 100ൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ 108 എന്ന് വരും. ഇനി 108 ഡിവൈഡഡ് ബൈ 9 ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 0 വരും. സോ 9 വെച്ചിട്ട് ഡിവിസിബിൾ ആയിട്ടുള്ള ഏറ്റവും ചെറിയ 3-digit നമ്പർ എന്ന് പറയുന്നത് 108 ആണ്. സോ നമ്മളെ സീക്വൻസിലെ ഫസ്റ്റ് ടേം 108ഉം ആൻഡ് ലാസ്റ്റ് ടേം എന്താ വരിക? 999 ആണ് വരിക. ഓക്കെ, ഇത് ഫസ്റ്റ് ടേം, ഇത് ലാസ്റ്റ് ടേം. ഓക്കെ, പക്ഷേ ഇവിടെ നമുക്ക് എന്നിൻ്റെ വാല്യൂ അറിയില്ല അല്ലേ. ഇവിടെ എത്ര നമ്പേഴ്സ് ഉണ്ട് ഈ എത്രാമത്തെ ടേം ആണ് 999 എന്നറിയില്ല. സോ നമുക്ക് ആദ്യം n കണ്ടുപിടിക്കണം. ഇവിടെ d എന്താ വരിക? 9ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. സോ d വിൽ ബി 9. ഓക്കെ, ഇനി നമുക്ക് xn ഇസ് ഈക്വൽ ടു x1 പ്ലസ് n-1 ഇൻറ്റു d എന്നുള്ള ഇക്വേഷനിൽ അറിയുന്ന വാല്യൂസ്, അതായത് xn കൊടുക്കാം, x1 കൊടുക്കാം ആൻഡ് d, ഈ 3 വാല്യൂസും നമുക്കറിയാം. സോ നമുക്ക് n ഈ ഒരു ഇക്വേഷനിൽ കണ്ടുപിടിക്കാം. ഓക്കെ, xn എന്ന് പറയുന്നത് നമ്മൾ 999 ആയിട്ട് എടുത്തു. ദെൻ x1 എന്ന് പറയുന്നത് 108 പ്ലസ് എന്നിൻ്റെ വാല്യൂ നമുക്കറിയില്ല. സോ n-1 എന്ന് എഴുതാം. ദെൻ ഡീന് എന്താ കൊടുക്കുക? d എന്ന് പറയുന്നത് 9 ആണ്. ഓക്കെ, ഇനി 999 ഇസ് ഈക്വൽ ടു 108 പ്ലസ് 9n-9 എന്ന് വരും. ഈ 9നെ ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ 108നെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊടുത്താൽ എന്ത് വരിക? 999 വിച്ച് ഇസ് ഈക്വൽ ടു 108 മൈനസ് 9 എന്ന് പറയുമ്പോൾ 99 വരും. ഓക്കെ, പ്ലസ് 9n. ഇനി 99 ഇങ്ങോട്ട് കൊടുത്താൽ 999 minus 99 is equal to 9n and 900 is equal to 9n. അപ്പോൾ ഈ എന്നിനെ ഇവിടെ നിർത്തിയിട്ട് 9nനെ നമുക്ക് LHSൽ എഴുതാം. സോ 9n is equal to 900 and n is equal to 900 by 9 which is equal to 100. ഓക്കെ, അപ്പോൾ n എന്ന് പറയുന്നത് 100 ആണ്. nth ടേം ആണ് 999. അതായത് 100th ടേം ആണ് 999. അപ്പോൾ സം ഓഫ് 100 നമ്പേഴ്സ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, S100 എന്ന് പറയുന്നത് n/2, അതായത് 100/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. അതായത് S ഇസ് ഈക്വൽ ടു, നമ്മൾ ഇക്വേഷൻ എന്താണ്? S ഇസ് ഈക്വൽ ടു n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം അല്ലേ. അപ്പോൾ 100/2 എന്ന് കൊടുത്തു n/2ന്. ദെൻ x1 എന്താ? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 108, ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 999 അല്ലേ. ഇനി 100/2 എന്ന് പറയുന്നത്
50 ആണ് ഇൻറ്റു ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1107 എന്ന് വരും. ദെൻ ഇത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, 1107 ഇൻറ്റു 5 എന്ന് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, വിച്ച് ഇസ് 5535. ദെൻ ഈ 0 കൂടെ ഇട്ട് കൊടുക്കുക. ഓക്കെ. Fifth question, the expressions for the sum of n terms of some arithmetic sequences are given below. Find the expression for the nth term of each. First, n square plus 2n. Second one, 2n square plus n. Third one, n square minus 2n. Fourth, 2n square minus n. Fifth, n square minus n. ഈ ക്വസ്റ്റ്യനിൽ n നമ്പേഴ്സിൻ്റെ n ടേംസിൻ്റെ സമ്മ് കാണുന്ന എക്സ്പ്രഷൻ നമുക്ക് തന്നിട്ടുണ്ട്. സോ അത് വെച്ചിട്ട് നമ്മൾ ആ എക്സ്പ്രഷൻ വെച്ചിട്ട് നമ്മൾ ആ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ എക്സ്പ്രഷൻ കാണണം. അതായത് അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ nth ടേമിനെ നമ്മളൊരു ജനറൽ ഫോം വെച്ചിട്ട് ഓരോ അരിത്തമെറ്റിക് സീക്വൻസിനും ഓരോ ജനറൽ എക്സ്പ്രഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നമ്മൾ ഈ തന്നിട്ടുള്ള സംസിൻ്റെ എക്സ്പ്രഷന് ഡിറൈവ് ചെയ്തെടുക്കണം. ഓക്കെ. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതായത് ഇപ്പോൾ ഒരു സീക്വൻസ് ഉണ്ട്, അതിൻ്റെ ടേംസ് ഇങ്ങനെ x1 x2 x3 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. അപ്പോൾ നമ്മൾ ആദ്യത്തെ ടേമിൻ്റെ സം, അതായത് S1 എന്ന് പറയുന്നത് എന്താ, സം ഓഫ് ഫസ്റ്റ് ടേം എന്ന്, അതായത് ഈ ആദ്യത്തെ ടേം തന്നെയായിരിക്കും S1 എന്ന് പറയുന്നത്. ഓക്കെ. ഈ x1 അതായത് S1 സം ഓഫ് ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ അതിന് കൂടെ വേറെ ഒന്നും ആഡ് ചെയ്യാനില്ല. അത് ആ ടേം ഒറ്റയ്ക്ക് നിന്നാൽ എങ്ങനെയാണോ അതാണ് S1 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ x1 തന്നെയാണ് S1, അതായത് സം ഓഫ് ഫസ്റ്റ് ടേം മാത്രമാണ്. അപ്പോൾ അതിന് കൂടെ ഒന്നും ആഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അത് x1 എന്ന് പറയുന്നത് S1 തന്നെ. ഓക്കെ. ഇനി ഈ x1ഉം ദെൻ x2, അതായത് ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും, ആദ്യത്തെ പദവും രണ്ടാമത്തെ പദവും കൂടെ ആഡ് ചെയ്താൽ എന്താണോ കിട്ടുന്നത് അതാണ് S2, സം ഓഫ് ഫസ്റ്റ് 2 നമ്പേഴ്സ്. ഓക്കെ. ആദ്യത്തെ 2 ടേംസ്, അതിൻ്റെ രണ്ടിൻ്റെയും സം കാണുമ്പോഴാണ് നമുക്ക് S2 കിട്ടുക. അതേപോലെ ഇനി നെക്സ്റ്റ് ഈ x1ഉം x2ഉം x3യും കൂടെ കൂട്ടിയാൽ എന്താ, അത് നമുക്ക് S3 എന്ന് കിട്ടും അല്ലേ. അതായത് S2 എന്ന് പറയുന്നത് x1 പ്ലസ് x2, അതേപോലെ x3 സം ഓഫ് ഫസ്റ്റ് 3 നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ x1 പ്ലസ് x2 പ്ലസ് x3 അല്ലേ. ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ അടുത്തത് 4th ടേം വരെയുള്ള സം, അതായത് x1 x2 x3 x4 ആദ്യത്തെ 4 ടേംസും കൂടെ ആഡ് ചെയ്താലാണ് S4, സം ഓഫ് 4 ടേംസ് കിട്ടുക. ഓക്കെ. ഇനി നമുക്ക് ആദ്യത്തെ സബ് ക്വസ്റ്റ്യനിൽ പോവാം. ഫസ്റ്റ് തന്നിട്ടുള്ള എക്സ്പ്രഷനാണ് n സ്ക്വയർ പ്ലസ് 2n. ഈ തന്നിട്ടുള്ള എക്സ്പ്രഷന് സമ്മിൻ്റെ എക്സ്പ്രഷനാണ്. ഓക്കെ. അതായത് ആദ്യത്തെ n ടേംസിൻ്റെ സമ്മിൻ്റെ എക്സ്പ്രഷനാണ് n സ്ക്വയർ പ്ലസ് 2n എന്ന് പറയുന്നത്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കാണണം, ഈ തന്നിട്ടുള്ള സീക്വൻസിൻ്റെ എക്സ്പ്രഷൻ കാണണം. ഓക്കെ. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ എന്നിന് 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, ഇത് SNൻ്റെ എക്സ്പ്രഷനാണ്. സോ എന്നിന് 1 കൊടുത്താൽ S1 ഇസ് ഈക്വൽ ടു 1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 1 വിച്ച് ഇസ് ഈക്വൽ ടു എത്ര വരിക, 1 പ്ലസ് 2 3 വരും. ദെൻ S2 എന്ന് കൊടുക്കുമ്പോൾ 2 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 2, അതായത് 8 എന്ന് വരും. ഓക്കെ. ദെൻ അടുത്തത് S3 3 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 3 വിച്ച് ഇസ് ഈക്വൽ ടു 9 പ്ലസ് 6 15 അല്ലേ. അപ്പോൾ S1 എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ആദ്യത്തെ ടേം എന്ന് പറയുന്നത് 3 ആണെന്ന് കിട്ടി. ഓക്കെ. S1 എന്ന് പറയുന്നത് തന്നെയല്ലേ x1, അത് ഒറ്റയ്ക്ക് നിൽക്കുക, അതിൻ്റെ കൂടെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പോൾ അത് 3 ആണെന്ന് കിട്ടി. അപ്പോൾ ഫസ്റ്റ് ടേം എന്താണ്, 3 ആണെന്ന് കിട്ടി. ഇനി S2 എന്ന് പറയുന്നത് 8 ആണെന്ന് കിട്ടി. ഈ S2 എന്ന് പറയുന്നത് അതായത് സം ഓഫ് 2 നമ്പേഴ്സ് എന്നാണ് S2. ഓക്കെ. അപ്പോൾ ഈ S2 എന്ന് പറയുന്നത് എന്താണ്, x1 പ്ലസ് x2 അല്ലേ. ഓക്കെ. അപ്പോൾ എങ്ങനെ എഴുതാം, ഈ
S2 എന്ന് പറയുന്നത് 8 ആണെന്ന് കിട്ടി. അതായത് ഈ രണ്ട് നമ്പേഴ്സും കൂടെ കൂടി കഴിഞ്ഞാലാണ് 8 വരിക. ഇത് രണ്ടും സം ചെയ്താലാണ് 8 വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ടേം എന്തുണ്ട്, 3 ആണെന്നുണ്ട്. അപ്പോൾ ഈ ടേം എന്തായിരിക്കും, ഈ ടോട്ടൽ 8ൽ നിന്ന് 3 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്പർ കിട്ടില്ലേ, ഇത് 5 ആയിരിക്കും. ഓക്കെ, 8 മൈനസ് 3, അതായത് സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 5 ആയിരിക്കും. ഓക്കെ, അതായത് S2 എന്ന് പറയുന്നത് x1 പ്ലസ് x2 ആണ്. അതിൽ നമുക്ക് ഓൾറെഡി x1ന് 3 എന്ന വാല്യൂ കിട്ടി. സോ x2 എന്ന് പറയുന്നത് ടോട്ടൽ ഈ രണ്ടും കൂടെ കൂട്ടിയിട്ട് ടോട്ടൽ എത്രയാണ് കിട്ടിയത്, അതിൽ നിന്ന് x1 മൈനസ് ചെയ്തതല്ലേ, അതായത് 8 മൈനസ് 3 വിച്ച് ഇസ് ഈക്വൽ ടു 5. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് ടേം ആയിട്ട് 5 കിട്ടി. ഇനി ഇതേപോലെ തേർഡ് ടേം നമുക്ക് കണ്ടുപിടിക്കാം. കാരണം എന്താ, അടുത്ത 3 നമ്പേഴ്സും കൂടെ കൂട്ടിയതാണ് 15. ഓക്കെ, ഈ 15ന് ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 8 കിട്ടുക. അപ്പോൾ ഈ 15ന് 8 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ടേം ആയിട്ടുള്ള x3 കിട്ടും. അതായത് 15 മൈനസ് 8 ഇസ് ഈക്വൽ ടു 7. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം. എന്താണ്, ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താ, ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു 3. അതേപോലെ കോമൺ ഡിഫറൻസ് എന്താ, 5 മൈനസ് 3 ഇസ് ഈക്വൽ ടു 2. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ടേമും കിട്ടി, കോമൺ ഡിഫറൻസും കിട്ടി. ഇനി നമുക്ക് ഈസി ആയിട്ട് എന്ത് കാണാം, ഈ ഒരു തന്നിട്ടുള്ള ഈ സീക്വൻസിൻ്റെ ഇതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച സീക്വൻസ്. ഓക്കെ, ഈ സീക്വൻസിൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാം. അതിനുള്ള ഇക്വേഷൻ എന്താ, xn ഇസ് ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ മുന്നേ ഒക്കെ എക്സ്പ്രഷൻസ്, ഓരോ അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ എക്സ്പ്രഷൻ കണ്ടത്. ഇൻ കേസ് ഇനി നിങ്ങൾക്ക് അത് ഓർത്ത് വെക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്, അതായത് xn ഇസ് ഈക്വൽ ടു x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്നുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി, സെയിം തന്നെയാണ് കിട്ടുക. അതിൽ ഡിഫറൻസ് ഒന്നുമില്ല. അത് ഞാൻ ഓൾറെഡി ഈ ഇക്വേഷൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ്. ഇതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ കിട്ടുന്ന സെയിം ഇക്വേഷൻ ആണ് ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഡയറക്റ്റായിട്ട് കൊടുക്കാം. ഇവിടെ എഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്. ഓക്കെ, സോ xn ഇസ് ഈക്വൽ ടു ഡി എന്താ 2 ആണ്, 2n പ്ലസ് എഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം 3 മൈനസ് ഡി എന്ന് പറയുന്നത് 2 which is equal to 2n plus 3 minus 2 ആണ്. സോ പ്ലസ് 1. ഓക്കെ, അപ്പോൾ ഇവിടെ xn, അതായത് ഈ ഒരു അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 2n പ്ലസ് 1. ഓക്കെ, നെക്സ്റ്റ് സബ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ സമ്മിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 2n സ്ക്വയർ പ്ലസ് n എന്നാണ്. ഓക്കെ, SNൻ്റെ എക്സ്പ്രഷനാണ് 2n സ്ക്വയർ പ്ലസ് n. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേം, അതായത് S1 എന്ന് പറയുന്നത് എന്താ വരിക, S1 ഇസ് ഈക്വൽ ടു എന്നിന് നമ്മൾ 1 കൊടുക്കാം. 2 ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 3. ദെൻ അടുത്തത് S2, 2 ഇൻറ്റു 2 സ്ക്വയർ പ്ലസ് 2, എന്നിനൊക്കെ 2 എന്ന് കൊടുക്കാം. അപ്പോൾ 4 4 2 8 8 പ്ലസ് 2 10. ദെൻ അടുത്തത് S3, 2 ഇൻറ്റു 3 സ്ക്വയർ പ്ലസ് 3, അപ്പോൾ 21. ഓക്കെ, ഇനി നമുക്ക് ഓരോ ടേംസും കണ്ടുപിടിക്കുക. x1 x2 x3. ഇവിടെ x1 എന്ന് പറയുന്നത് S1 തന്നെയായിരിക്കും. സോ ഫസ്റ്റ് ടേം 3 ആണ്. ദെൻ നെക്സ്റ്റ് ടേം എന്താ, x2 കണ്ടുപിടിക്കണമെങ്കിൽ ഈ S2 കിട്ടിയ S2 എന്ന് പറയുന്നത് എന്താ, S2 ഇസ് ഈക്വൽ ടു x1 പ്ലസ് x2 ആണ്. സോ S2 10 ആണ്, x1 3 ആണ്, x2 നമുക്കറിയില്ല. സോ x2 ഇസ് ഈക്വൽ ടു 10 മൈനസ് 3 വിച്ച് ഇസ് ഈക്വൽ ടു 7. സോ സെക്കൻഡ് ടേം എന്താ കിട്ടിയത്, 7 എന്ന് കിട്ടി. ഇനി ഇതേപോലെ അടുത്ത ടേം കണ്ടുപിടിക്കുക. S3 ഇസ് ഈക്വൽ ടു 21 ആണ് അല്ലേ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, x1 പ്ലസ് x2 പ്ലസ് x3 എന്ന് എഴുതാം. ഓക്കെ, ഈ x1 പ്ലസ് x2 എന്താ, S2, അതായത് 10 ആണ്. അപ്പോൾ ഇവിടെ 10 എന്ന് കൊടുക്കുക. 21 ഇസ് ഈക്വൽ ടു 10 പ്ലസ് x3. സോ x3 ഇസ് ഈക്വൽ ടു 21 മൈനസ് 10 വിച്ച് ഇസ് ഈക്വൽ ടു 11. ഓക്കെ, അപ്പോൾ അടുത്ത ടേം 11. സോ സീക്വൻസ് നമ്മൾ ഫോം ചെയ്തു. ഇനി അതിൻ്റെ ജനറൽ എക്സ്പ്രഷൻ ഫോം ചെയ്യണം. അതിന് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 3 ആണ്. ഡി ഈസ് ഈക്വൽ ടു 7 മൈനസ് 3 4. ഓക്കെ, അപ്പോൾ xnൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം, dn പ്ലസ് എഫ് മൈനസ് ഡി. ഇവിടെ ഡിൻ്റെ വാല്യൂ 4 ആണ്. അപ്പോൾ 4n പ്ലസ് എഫ് എന്താ ഫസ്റ്റ് ടേം 3, ദെൻ മൈനസ് 4. ഓക്കെ,
സോ എക്സ് എൻ ഇസ് ഈക്വൽ ടു 4n മൈനസ് 1 എന്ന് വരും. 3 മൈനസ് 4 എന്ന് പറയുമ്പോൾ -1. സോ ഇതാണ് ഇവിടെ ജനറൽ എക്സ്പ്രഷൻ. ഇനി ഇതേപോലെ ഒരു 3 ക്വസ്റ്റ്യനും കൂടി വരുന്നുണ്ട്. സെയിം പാറ്റേൺ ആണ് ചെയ്യാനുള്ളത്. സ്റ്റെപ്സിലൊന്നും ഡിഫറൻസ് ഇല്ല. ജസ്റ്റ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, സെയിം പാറ്റേൺ ആണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളതിന് ക്വസ്റ്റ്യന് പിന്നെ സൊല്യൂഷൻസ് തരുന്നതായിരിക്കും. 6th question. Calculate in head the sums of the following arithmetic sequences. First one, 51 plus 52 plus 53 plus etc. plus 70. Second one, 1.5 plus 2.5 plus etc. plus 12.5. Then third one, 1/2 plus 1 plus 1.5 plus 2 plus 2.5 plus etc. plus 12.5. ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എന്താ, 3 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോന്നിലും ഓരോ അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ട്. അതിൻ്റെ സമ്മ് നമ്മൾ കണ്ടുപിടിക്കുക, അത്രേ പറഞ്ഞിട്ടുള്ളൂ. സോ ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ ഏതാ നോക്കാം. അപ്പോൾ അതിൽ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് 51, 52, 53 എക്സെട്ര അത് അങ്ങനെ 70 വരെ ഉള്ള ടേംസിൻ്റെ സമ്മ് കാണാനാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്താ, സമ്മ് ഇസ് ഈക്വൽ ടു n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ആണ്. ഇതിൽ ഫസ്റ്റ് ടേം ഉണ്ട്, ലാസ്റ്റ് ടേം ഉണ്ട്, പക്ഷെ നമുക്ക് എന്നിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് അറിയില്ല. അപ്പോൾ ആദ്യം നമുക്ക് അത് കണ്ടുപിടിക്കാം. സോ എക്സ് എൻ ഇസ് ഈക്വൽ ടു, നമ്മൾ ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ എക്സ് എൻ ഇസ് ഈക്വൽ ടു x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്നുള്ള ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഡീൻ്റെ വാല്യൂ ഇപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 52 മൈനസ് 51 എന്ന് പറയുമ്പോൾ 1 ആ വരിക. സോ x1 എന്ന് പറയുന്നത് 51 ആണ്. ദെൻ xn എന്ന് പറയുന്നത് 70 ആണ്. സോ നമുക്ക് ഇവിടുന്ന് എൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെയും വേണമെങ്കിൽ നമുക്ക് നേരത്തെ ആ ജനറൽ എക്സ്പ്രഷൻ കാണാൻ യൂസ് ചെയ്ത ഇക്വേഷൻ ഉണ്ടല്ലോ, xn ഇസ് ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d എന്ന് പറയുന്ന ഇക്വേഷനിൽ വെച്ചിട്ടും വേണമെങ്കിൽ എന്നിൻ്റെ വാല്യൂ കാണാം. ഇതാണ് ജനറൽ ഇക്വേഷൻ, അതായത് ബേസിക് ഇക്വേഷൻ ഇതാണ്. ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്ത ഇക്വേഷനാണ് നേരത്തെ നമ്മൾ യൂസ് ചെയ്തത്. ഏതാണെങ്കിലും കുഴപ്പമില്ല, ഏതാണോ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നത് അത് യൂസ് ചെയ്യാം. സോ എക്സൻ്റെ വാല്യൂ എന്താ ഇവിടെ 70 ആണ് അല്ലേ. എക്സൻ ഇതാണ് ലാസ്റ്റ് ടേം. ഓക്കെ, അപ്പോൾ അത് 70. ദെൻ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 51 പ്ലസ് എന്നിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനുള്ളതാണ്. സോ n മൈനസ് 1 അങ്ങനെ എഴുതി. ദെൻ ഡി കോമൺ ഡിഫറൻസ് 52 മൈനസ് 51 എന്താ 1 അല്ലേ. സോ 70 ഈസ് ഈക്വൽ ടു 51 പ്ലസ് ഇതിന് ഇവിടെ 1 ആയതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരിക, n മൈനസ് 1 എന്ന് തന്നെ വരിക. ഓക്കെ, അപ്പോൾ 51ഉം മൈനസ് 1ഉം ചെയ്യുമ്പോൾ എന്താ വരിക, 50. ദെൻ പ്ലസ് n കൂടെ ഉണ്ടാവും. സോ നമുക്ക് ഇത് LHSൽ എഴുതാം. 50 പ്ലസ് n ഇസ് ഈക്വൽ ടു 70 ആൻഡ് n ഇസ് ഈക്വൽ ടു 70 മൈനസ് 50 വിച്ച് ഇസ് ഈക്വൽ ടു 20. അപ്പോൾ ഇവിടെ എന്നിൻ്റെ വാല്യൂ എന്താ 20 ആണെന്ന് കിട്ടി. സോ നമുക്ക് സം ഇസ് ഈക്വൽ ടു 20/2. എന്നിനാണ് നമ്മൾ 20 കണ്ടുപിടിച്ചത്. സോ 20/2 ഇൻറ്റു ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 51, ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 70. സോ 51 പ്ലസ് 70 വരും. ദെൻ 20/2 എന്ന് പറയുന്നത് 10 ആണ്. 10 ഇൻറ്റു 51 പ്ലസ് 70 വിച്ച് ഇസ് ഈക്വൽ ടു 121. അപ്പോൾ സം എന്താ വന്നത് 1210. ഓക്കെ, അപ്പോൾ ഇതാണ് തന്നിട്ടുള്ള അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ സം എന്ന് പറയുന്നത് 1210. ഓക്കെ, ഇനി അടുത്ത തന്നിട്ടുള്ള സീക്വൻസ് എന്ന് പറയുന്നത് 1.5 പ്ലസ് 2.5 പ്ലസ് എക്സെട്ര പ്ലസ് 12.5. ഓക്കെ, ഈ സീക്വൻസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലും നേരത്തെ പോലെ തന്നെ നമുക്ക് സമ്മ് കാണാനുള്ള ഇക്വേഷൻ എന്താ, n/2 ഇൻറ്റു x1 ഫസ്റ്റ് ടേം ആൻഡ് ലാസ്റ്റ് ടേം xn. ഓക്കെ, ഇത് രണ്ടും സം കാണാം. അതായത് സം ഇസ് ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn. ഓക്കെ, ഇതിലും ഫസ്റ്റ് ടേം അറിയാം, ലാസ്റ്റ് ടേം അറിയാം, പക്ഷേ എന്നിൻ്റെ വാല്യൂ അറിയില്ല. സോ നമുക്ക് ആദ്യം എന്നിൻ്റെ വാല്യൂ കാണാം. എന്നിൻ്റെ വാല്യൂ കാണാൻ xn ഇസ് ഈക്വൽ ടു x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്നുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ xn എന്താ 12.5 വിച്ച് ഇസ് ഈക്വൽ ടു x1 ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1.5 പ്ലസ് n മൈനസ് 1, എന്നിൻ്റെ വാല്യൂ നമുക്കറിയില്ല. ദെൻ ഡി കോമൺ ഡിഫറൻസ് ഇവിടെ എന്താ 2.5 മൈനസ് 1.5, അതായത് 2.5ൽ നിന്ന് 1.5 കുറച്ച് കഴിഞ്ഞാൽ അവിടെ എന്താ ബാക്കി ഉണ്ടാവുക, ഡിഫറൻസ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ ഡി ഈസ് ഈക്വൽ ടു 1. സോ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം 12.5 ഇസ് ഈക്വൽ ടു
1.5 പ്ലസ് ഈ 1നെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 എന്ന് തന്നെ വരും. ഓക്കെ, ഇനി നമ്മൾ ഈ 1.5 നിന്ന്, അതായത് ഇവിടെ 12.5 is equal to 1.5 പ്ലസ് n-1 ആണ് നമുക്കിപ്പോൾ ഉള്ളത്. ഇനി ഈ 1.5 നിന്ന് 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ അവിടെ ബാക്കി ഉണ്ടാവുക? ഹാഫ് എന്ന് മാത്രമേ ബാലൻസ് ഉണ്ടാവുള്ളൂ. സോ 12.5 is equal to ഹാഫ് പ്ലസ് n. ഓക്കെ, ഇനി നമുക്ക് എന്നിനെ അവിടെ നിർത്തിയിട്ട് ബാക്കി ഇങ്ങോട്ട് കൊണ്ടുവരാം. അല്ലെങ്കിൽ ഇത് നമുക്ക് LHSൽ എഴുതാം. n പ്ലസ് ഹാഫ് ഇസ് ഈക്വൽ ടു 12.5. ഓക്കെ, അപ്പോൾ എന്നിനെ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ 12.5 മൈനസ് ഹാഫ്, ഇവിടെ പ്ലസ് ഹാഫാണ്, ഇങ്ങോട്ട് വരുമ്പോൾ -1/2 ആയിരിക്കും. സോ 12.5-ൽ നിന്ന് അര പോയി കഴിഞ്ഞാൽ എത്ര ഉണ്ടാവുക? 12. ഓക്കെ, സോ നമ്മൾ എന്നിൻ്റെ വാല്യൂ 12 ആണ്. ഇനി നമുക്ക് ഇവിടെ ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സം ഇസ് ഈക്വൽ ടു n/2, അതായത് 12/2 ഇൻറ്റു ഫസ്റ്റ് ടേം 1.5. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ടേം 12.5. ഓക്കെ, ഇനി ഇവിടെ 12/2 എന്ന് പറയുമ്പോൾ 6 വരും. ഇനി ഇത് ആഡ് ചെയ്യണം. ഇതെന്താ? 1 പ്ലസ് 12 എന്ന് പറയുന്നത് 13. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ഹാഫും ഉണ്ട്, ഇവിടെ ഒരു ഹാഫും ഉണ്ട്. 2 ഹാഫ് കൂടി കഴിഞ്ഞാൽ 1, വിച്ച് മീൻസ് ഇവിടെ എന്താ? 14 എന്ന് വരും. ഓക്കെ, 1.5 പ്ലസ് 12.5 എന്ന് പറയുമ്പോൾ 14, വിച്ച് ഈസ് ഈക്വൽ ടു 14 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ 84 എന്ന് വരും. സോ നമ്മൾ സം എന്ന് പറയുന്നത് എന്താ? സം ഇസ് ഈക്വൽ ടു 84. ഇനി ഇതിൽ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, അതും സെയിം ടൈപ്പ് തന്നെയാണ്, ഒരു ഡിഫറൻസ് ഒന്നുമില്ല. സോ നിങ്ങൾ സ്വയം ചെയ്തു നോക്കുക. ഇന്ന് നമ്മൾ 3 പ്രോബ്ലംസാണ് ഈ എക്സസൈസിലുള്ള ചെയ്തത്. സോ ബാക്കി ഇനി ഒരു 3 ക്വസ്റ്റ്യൻസും കൂടെ ആണുള്ളത്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം.